എൻ്റെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അല്ല സുപ്രഭാതത്തിൽ എന്ന് പറയാൻ പറ്റില്ല, പാതിരാത്രിയിൽ ആലോചനകളൊക്കെ കൂടിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി വന്ന ഒരു ചിന്തയായിരുന്നു. ചുറ്റും ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യരെയൊക്കെ ഉപേക്ഷിച്ച് വേറൊരു നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ. എതിർപ്പുകളെയൊക്കെ മറികടന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് പിന്നാലെയും അതേപോലെ തന്നെ പെട്ടെന്ന് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ചിന്ത കാരണം സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ ജീവിതം കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ് എല്ലാവരുടെയും ജീവിതം കാണാൻ. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ മനസ്സിലാവുന്ന കുറച്ച് മനുഷ്യർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ നമ്മുടെ തോൽവികളും തോറ്റ് എങ്ങനെയെങ്കിലും പിടിച്ച് കയറാൻ വേണ്ടി നമ്മൾ വിടുന്ന പെടാപ്പാടുകളും. അങ്ങനെ ജയിച്ചാൽ ജയിക്കട്ടെ, തോറ്റാൽ അങ്ങോട്ട് പോട്ടെ, അങ്ങനെയുള്ളൊരു മനോഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ബ്രാൻഡിന് തുടക്കം കുറിച്ചു. നിൻ്റെ കഴിവുകളും നിൻ്റെ ആശയങ്ങളും നീ തിരിച്ചറിഞ്ഞ് സ്വയമായിട്ട് പൊരുതി നേടിയാൽ തന്നെ നീ രക്ഷപ്പെടുള്ളൂ, അല്ലാതെ വേറെ ആരും നിനക്കൊന്നും കൊടുന്നു തരില്ല എന്നുള്ളത് എൻ്റെ ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്കുകളാണ്. ഉറക്കൊഴിഞ്ഞ് ക്ഷീണിച്ച് ഞാനുണ്ടാക്കുന്ന ഓരോ സ്നേഹപ്പൊതികളും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതായി മാറി. ഇതുവരെ ചെയ്യാത്ത കുറേ കാര്യങ്ങളും കുറേ അനുഭവങ്ങളും കുറേ പാളിച്ചകളും കുറേ സന്തോഷങ്ങളും കുറേ പുതിയ മനുഷ്യരെയും എനിക്ക് മൂകാമി സമ്മാനിച്ചു തന്നു. ഇപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ വിജയിച്ച് നിൽക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നേലും ഒരു ദിവസം ഞാനൊരു രക്ഷപ്പെടുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. അങ്ങനെ പാതിരാത്രി ഞാനൊരു തീരുമാനം എടുത്തു. പൊടി പിടിച്ച് കിടന്ന എൻ്റെ കുറച്ച് കഴിവുകൾ പുറത്തെടുക്കാമെന്ന്. മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ ഒരു തുടക്കമായി മാറട്ടെ എൻ്റെ മൂകാമി. അങ്ങനെ ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ കൂടെ നിന്ന എൻ്റെ മനുഷ്യർക്ക് ഒരുപാട് സ്നേഹം.